नमस्कार। कक्षा 8वीं पिता का प्रायश्चित। मूल रचना अरुण गांधी, अनुवाद अरविंद गुप्त। അരുൺ ഗാന്ധി ഗാന്ധിജിയുടെ പേരമകൻ, അതായത് ഗാന്ധിജിയുടെ പുത്രൻ മണിലാൽ ഗാന്ധിയുടെ മകൻ. ये पाठ एक संस्मरण है. संस्मरण माने ഓർമ്മക്കുറിപ്പ്. बचपन की कुछ यादें. തൻ്റെ പിതാവ് മണിലാൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട ഒരു ഓർമ്മക്കുറിപ്പ്. പിതാ കാ പ്രായശ്ചിത്, അച്ഛൻ്റെ പ്രായശ്ചിത്തം. अरुण गांधी कहते हैं, उस समय वो 16 साल का था, वयस 16. अपने माँ बाप के साथ दक्षिण अफ्रीका में रहता था. डरबन से 18 मील दूर एक आश्रम में रहता था. തൻ്റെ മുത്തച്ഛൻ മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ സ്ഥാപിച്ച ഒരു ആശ്രമത്തിൽ, ഡർബനിൽ നിന്ന് ഏകദേശം 18 മൈൽ അകലെ ആയിരുന്നു ആശ്രമം. ये आश्रम एक दूर दराज के इलाके में था. ഡർബനിൽ നിന്ന് അകലെ ഒരു കുഗ്രാമത്തിൽ. दूर दराज इलाका माने रिमोट एरिया. दूर दूर तक केवल गन्ने के खेत थे, കരിമ്പിൻ വയലുകൾ മാത്രം. एक पड़ोसी भी नहीं, അയൽപക്കക്കാർ ഒരാൾ പോലുമില്ല. അരുൺ के साथ 2 ബഹിനെ भी थी. മൂവരും ചാൻസ് കിട്ടാൻ കാത്തിരിക്കും. സിറ്റിയിൽ പോയി കൂട്ടുകാരെ കാണാനും പിന്നെ തിയേറ്ററിൽ സിനിമ കാണാനും. शहर जाने के मौके की तलाश में रहते थे तीनों बच्चे. ഒരു നാൾ പിതാവ് മണിലാൽ ഗാന്ധി അരുണിനോട് തന്നെ ടൗണിൽ കൊണ്ടുപോയി വിടാൻ ആവശ്യപ്പെടുന്നു. पिताजी को शहर में एक मीटिंग थी, पूरे दिन की मीटिंग. पिताजी को कार से शहर ले जाना है. अरुण बहुत खुश हुआ था. पूरा दिन शहर में रह पाएगा. വലിയ സന്തോഷം. പകൽ മുഴുവൻ ടൗണിൽ ചെലവഴിക്കാം. माँ ने शहर से सामान खरीदने के लिए एक लिस्ट भी दी थी. पिता ने कहा, कार की सर्विसिंग भी करना है. बकाया कामों को पूरा करने को कहा. बकाया काम माने बचे हुए काम, ബാക്കി നിൽക്കുന്ന പണികൾ. പകൽ മുഴുവൻ ടൗണിലാണ്. അച്ഛന് ഫുൾ ഡേ മീറ്റിംഗ്. മകൻ കാർ സർവീസിംഗ് നൽകി. കടയിൽ നിന്നും വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങി. അങ്ങനെ ചില ജോലികൾ. अरुण ने पिताजी को मीटिंग की जगह पर छोड़ा. पिता ने कहा, 5 बजे तक वापस आना है. അച്ഛനെ മീറ്റിംഗ് സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്ത് വൈകുന്നേരം 5 മണിക്ക് തിരിച്ചെത്താൻ ആവശ്യപ്പെട്ടു. അരുൺ വളരെ ആവേശത്തിലാണ്. बताए गए कामों को फटाफट निपटाकर, यानी जल्दी जल्दी खत्म करके झट से जल्दी से एक सिनेमा घर में घुस गया. वहाँ जॉन बेन की एक दिलचस्प यानी इंटरेस्टिंग फिल्म देखने लगा. പണികൾ ഓരോന്നായി പെട്ടെന്ന് തീർത്ത് അരുൺ സിനിമ കാണാനായി തിയേറ്ററിൽ കയറി. ജോൺ ബെന്നിൻ്റെ ഒരു രസികൻ പടം. ഫിലിം देखते देखते उसे समय का बिल्कुल ध्यान नहीं रहा. സിനിമയിൽ മുഴുകി സമയം പോയതറിഞ്ഞില്ല. സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ സമയം 5:30 മണി. 5:30 बज चुके थे. वो झटपट गैरेज पहुंचा. वहां से कार लेकर पिताजी के पास पहुंचा. പെട്ടെന്ന് ഗ്യാരേജിലെത്തി കാറുമായി അച്ഛൻ്റെ അരികിലേക്ക്. तब तक समय 6 बज चुके थे. മണി 6 കഴിഞ്ഞിരുന്നു. पिताजी बेसब्री से उसका इंतजार कर रहे थे. बेसब्री माने अक्षमयोड़े. पिता ने पूछा, क्यों लेट हो? अरुण ने झूठ कहा, कार तैयार नहीं थी. കളവ് പറഞ്ഞു, कार सर्विसिंग കഴിഞ്ഞിരുന്നില്ല. अरुण को ये कहने में बहुत शर्म आई. वो फिल्म देख रहा था. അരുണിന് ധൈര്യമുണ്ടായിരുന്നില്ല. താൻ ജോൺ ബെന്നിൻ്റെ സിനിമ കാണാൻ പോയി എന്ന് പറയാൻ അവൻ മടിച്ചു. इसलिए उसने झूठ कहा. लेकिन पिता ने पहले ही गैरेज में फ़ोन कर चुके थे और असलियत से वाकिफ थे. असलियत से वाकिफ थे माने സത്യാവസ്ഥ അറിഞ്ഞിരുന്നു. അച്ഛൻ
സർവീസ് സെന്ററിൽ ഫോൺ ചെയ്തിരുന്നു. അദ്ദേഹം സത്യാവസ്ഥ മനസ്സിലാക്കിയിരുന്നു. വേ അരുൺ കെ झूठ को पहचान चुके थे. पिताजी बड़े दुखी थे. उन्होंने कहा, मुझसे बड़ी चूक हुई है, मुझसे बड़ी गलती हुई है. मैंने तुम्हें सच बोलने का आत्मविश्वास नहीं दिया है. अब मैं घर तक की 18 मील की दूरी पैदल चलकर ही तय करूंगा. അച്ഛൻ പറഞ്ഞു, എനിക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. സത്യം പറയാനുള്ള ആത്മവിശ്വാസം നിന്നിൽ വളർത്താൻ എനിക്ക് സാധിച്ചില്ല. അതുകൊണ്ട് പ്രായശ്ചിത്തമായി വീട്ടിലേക്കുള്ള 18 മൈൽ ദൂരമത്രയും ഞാൻ കാൽനടയായി സഞ്ചരിക്കും. ये कहकर पिताजी चलना शुरू किया. अंधेरा हो चुका था, कच्चा रास्ता था, सुनसान सड़क थी, रोशनी भी नहीं. अरुण अपने पिताजी को अकेला नहीं छोड़ सकता था. 18 മൈൽ ദൂരം രാത്രിയിൽ കാൽനടയായി യാത്ര ചെയ്യുക. ഇരുട്ടിൽ, പൊട്ടിപ്പൊളിഞ്ഞ വഴി, ശൂന്യമായ റോഡിലൂടെ, അല്പം പോലും വെളിച്ചമില്ലാത്ത പാത. അച്ഛനെ തനിച്ചാക്കി പോവാൻ അരുണിന് സാധിക്കുമായിരുന്നില്ല. वो 5.5 घंटे तक उनके पीछे धीमी गति से कार चलाता रहा. തൻ്റെ തെറ്റിന് അച്ഛൻ ചെയ്യുന്ന പ്രായശ്ചിത്തം കണ്ടുകൊണ്ട് 5.5 മണിക്കൂർ നേരം മെല്ലെ മെല്ലെ അച്ഛന് പിറകിൽ കാർ ഓടിച്ചുകൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു. ഉസ് ദിൻ അരുൺ ने जीवन का एक अहम निर्णय लिया. अहम निर्णय माने മുഖ്യമായ തീരുമാനം. കഭി ഭി झूठ नहीं बोलूंगा. ഒരിക്കലും കളവ് പറയില്ല. അരുൺ ഗാന്ധി അക്സർ ഇസ് ഘടന കെ ബാരെ മേ സോച്തെ ഹൈ. ഇടയ്ക്കിടെ ഈ സംഭവം അരുൺ ഗാന്ധി ഓർക്കാറുണ്ട്. अगर मणिलाल गांधी अरुण को अन्य पालकों की तरह सजा दी होती तो क्या वो कोई सबक सीखा होता. സാധാരണ മറ്റു രക്ഷിതാക്കളെ പോലെ മണിലാൽ ഗാന്ധിയും അന്ന് അരുണിനെ ശിക്ഷിച്ചിരുന്നുവെങ്കിൽ അവന് എന്തെങ്കിലും ജീവിതത്തിൽ ഗുണം ലഭിക്കുമായിരുന്നോ? ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം സംഭവിക്കുമായിരുന്നോ? ഇല്ല, ഒരിക്കലുമില്ല. झूठ बोलने की आदत नहीं बदलती. കളവ് പറയുന്ന ശീലം മാറുകയുണ്ടാവില്ല. എന്നാൽ മണിലാൽ ഗാന്ധിയുടെ ഈ അഹിംസാ രീതി അദ്ദേഹത്തിൻ്റെ മകനിൽ വലിയ സ്വാധീനം തന്നെ വരുത്തുകയുണ്ടായി. അരുൺ ഗാന്ധിക്ക് ഈ സംഭവം ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നാറുണ്ട്. അഹിംസാക്ക് യഹി ശക്തി ഹൈ. ഇതാണ് അഹിംസയുടെ ശക്തി. सत्य की ही जय होती है, झूठ की नहीं. देवों का स्वर्गीय मार्ग भी सत्य से ही फैला है, सत्य से ही धर्म का विस्तार हुआ है.